ഹലോ മൈ ജിയോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഉണ്ടല്ലോ, ചോറ് രസം. ശരിക്കും പറഞ്ഞാൽ പക്ഷെ നമ്മുടെ മലയാളികൾക്ക് ചോറ് സെപ്പറേറ്റും രസം സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കി അത് കുഴച്ച് കഴിക്കുന്നതിൽ വലിയ താല്പര്യം ഇല്ല എന്നുള്ളത് എനിക്കത് മനസ്സിലായി. ഇത് രണ്ടും കൂടി ഒന്നിച്ച് ഒരു 1 പോയിന്റ് റെസിപ്പി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയാലോ കിടലോസ്കി സംഭവം ആട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പ്രത്യേകിച്ച് വയ്യാത്ത സമയത്തൊക്കെ ഇതൊന്നും ഉണ്ടാക്കി കഴിച്ചാലുണ്ടല്ലോ എൻ്റെ പൊന്നോ അടിപൊളിയാണ് കേട്ടോ. ഇതിന് വേണ്ടത് 1 കപ്പ് പച്ചരി, നോർമൽ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കില്ല അരി. അതിന് 3 ടേബിൾ സ്പൂൺ സാമ്പാർ പരിപ്പ് കേട്ടോ. ഇത് നന്നായി കഴുകി കുതിർത്താൻ വെക്കാം. ഇതിലേക്ക് വേണ്ട മസാല കുറച്ച് വെളുത്തുള്ളി, 1 സ്പൂൺ ജീരകം, പിന്നെ 1 സ്പൂൺ കുരുമുളക്, മുഴുവൻ കുരുമുളക്. എരിവിന് കാന്താരി മുളകാണ്, അതില്ലെങ്കിൽ നോർമൽ പച്ചമുളക് ആയാലും കുഴപ്പമില്ല. മല്ലിയില, പിന്നെ കുറച്ച് കറിവേപ്പില. ഇവയെല്ലാം നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം. പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചതച്ചാൽ മതി. ഇതാണ് നമ്മുടെ രസത്തിന്റെ ബേസിക് മസാല. ശരിക്കും പറഞ്ഞാൽ ഇത് കുക്കറിലാണ് ഉണ്ടാക്കുക, അത്രേ സുലഭമായിട്ട് ട്ടാ. എണ്ണ, വെളിച്ചെണ്ണ ഒഴിവാക്കാം, വേറെ ഏത് എണ്ണ വേണമെങ്കിലും ചേർക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഉഴുന്ന്, പിന്നെ തക്കാളി ഞാൻ എപ്പോഴും തൊലി കളഞ്ഞിട്ടാട്ടോ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് അത് വേണ്ടെങ്കിൽ അങ്ങനെ തൊലിയോടെ നമുക്ക് ചേർക്കാം, തെറ്റില്ല. 2 വലിയ തക്കാളി നന്നായി അരിഞ്ഞത്, പിന്നെ 1 ഉണക്കമുളക്, പിന്നെ നമ്മൾ ചതച്ച കുരുമുളകും ജീരകം വെളുത്തുള്ളിയിലൊക്കെ പേസ്റ്റ് അതും കൂടി ഇട്ട് തക്കാളി നന്നായിട്ട് വെന്ത് വരണം. ഈ സമയത്ത് തന്നെ നമുക്ക് രസത്തിൻ്റെ നല്ലൊരു മണം കിട്ടും. കുറച്ച് കറിവേപ്പില, പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള പുളി കുറച്ച് അധികം വേണം, കാരണം നമ്മൾ റൈസൊക്കെ ചേർക്കുന്നതാണല്ലോ. ആവശ്യത്തിന് ഉപ്പിട്ട് ഇത് നന്നായി ഒന്ന് തിള വരട്ടെ. തിള വന്നതിന് ശേഷം നമ്മൾ 1 കപ്പ് അരിക്ക് 2 ആണല്ലോ, പക്ഷെ ഇത് 8 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിൽ ഒഴിച്ചേക്കുന്നത്. പിന്നെ വേണ്ട മസാല മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, പിന്നെ കുറച്ച് മല്ലിയില. ഇവെല്ലാം നന്നായി മിക്സ് ചെയ്ത് നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ കുതിർത്താൻ വെച്ച അരിയും പരിപ്പും ഇതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് നെയ്യ്, ഇത് 1 സ്പൂൺ നെയ്യ്, ഇത് നിർബന്ധം കേട്ടോ. പിന്നെ ഈ സമയത്ത് ഉപ്പ് പോരെങ്കിൽ അതും കൂടി ചേർക്കാം. ഒരു 5-8 വിസിൽ. നമ്മൾ തുറന്ന ഉടനെ അതിങ്ങനെ സൂപ്പി കൺസിസ്റ്റൻസി ആയിട്ട് വരണമെന്നില്ല. കട്ടിയാണെങ്കിൽ നമ്മളൊരു സ്മാഷർ വെച്ച് അത് നന്നായി ഉടച്ച് ചൂടുവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി രസം സാദം എന്ന് പറയും തമിഴില്. കുറച്ച് മല്ലിയിലയും കൂടി തൂവി ഇതങ്ങടെ ഇറക്കിയാലുണ്ടല്ലോ എൻ്റെ പൊന്നോ, സ്വർഗ്ഗമാണ് മക്കളെ. ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ ലഞ്ച് ബോക്സിനും കൊടുക്കുക, വലിയവർക്കും കഴിക്കാം. ഞാനിത് ഓംലേറ്റ് വെച്ചാൽ കഴിക്കാൻ. ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്യണേ. ലവ് യു ഓൾ, ബൈ.